എപ്പോഴെങ്കിലും വിചാരിക്കാറില്ലേ, നമ്മൾ എത്ര നല്ലത് ചെയ്തിട്ടാണ് ജീവിക്കണതെങ്കിലും ചിലപ്പോഴെങ്കിലും ദൈവം നമ്മളെ കൈവിടുന്നു എന്നുള്ളത്? അപ്പൊ ഒരിക്കല് അർജുനൻ ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ അർജുനൻ അത് ഭഗവാനോട് ചോദിക്കുകയാണ്, കൃഷ്ണ, ഈ ലോകത്ത് പല ദുഷ്ടന്മാരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. എന്നാൽ സത്യസന്ധരും നല്ലവരുമായിട്ടുള്ള ആളുകള് പലപ്പോഴും കരഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം നല്ലവരെ പോലും കരയിപ്പിക്കണത് എന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ അർജുനനെയും കൂട്ടിയിട്ട് കുറച്ച് അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരാള് മനോഹരമായിട്ടുള്ള മൺകലങ്ങള് ഉണ്ടാക്കുകയായിരുന്നു. ആദ്യം അയാള് മണ്ണ് ചവിട്ടി മെതിച്ചു. പിന്നീട് ശക്തിയായി അടിച്ച് ചക്രത്തിലൊക്കെ ഇട്ട് കറക്കി. അതിനുശേഷം തീയില് ചുട്ടെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് അർജുനൻ ചോദിക്കുകയാണ്, എന്തിനാണ് ആ മണ്ണിനെ ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്? അപ്പോ അയാള് പറയാണ്, ഈ മണ്ണ് സാധാരണ ഇപ്പം മണ്ണായിട്ടാണ് കിടക്കണതെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ നമ്മളൊരു കലമാക്കി മാറ്റണമെങ്കിൽ ഇതെല്ലാം സഹിക്കേണ്ടി വരും. കൃഷ്ണൻ അർജുനനെ നോക്കി. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ദൈവം എല്ലാവരെയും ഒരേ രീതിയിൽ പരീക്ഷിക്കില്ല. സാധാരണ മണ്ണിനെ ആരും തീയില് ചുട്ടെടുക്കാറില്ല. പക്ഷെ അമൂല്യമാകേണ്ട പാത്രമാകേണ്ട മണ്ണിനെ തീയും സഹിപ്പിക്കും. അർജുനൻ നിശബ്ദനായി. പിന്നെയും ഭഗവാൻ പറയുകയാണ്, ഒരാൾ അനുഭവിക്കുന്ന കണ്ണീര് ശിക്ഷയല്ല, അത് രൂപപ്പെടുത്തലാണ്. സ്വർണം തീയിലൂടെ കടന്നാലേ ആഭരണമാവുള്ളൂ. ചന്ദനം മുറിച്ചാലാണ് സുഗന്ധം പരക്കൂ. കരിമ്പ് പിഴിഞ്ഞാലേ മധുരം പുറത്തു വരൂ. അതുപോലെ തന്നെ നല്ല മനുഷ്യരുടെ ഉള്ളില് ശക്തിയും കരുണയും വിശ്വാസവും പുറത്തു വരണത് പലപ്പോഴും കഷ്ടതകളിലൂടെയാണ്. നോക്കൂ അർജുന, ദൈവം വെറുക്കുന്നവരെ വിട്ടുകളയും, പക്ഷെ സ്നേഹിക്കുന്നവരെ വളർത്താനാണ് പരീക്ഷിക്കുന്നത്. ഓരോ കണ്ണുനീരിന് പിന്നിലും ഓരോ പാഠമുണ്ട്. ഓരോ വേദനയ്ക്ക് പിന്നിലും ഒരു അനുഗ്രഹമുണ്ട്. ഇന്ന് മനസ്സിലാകാത്തതിന്റെ അർത്ഥം ഒരു നാള് ജീവിതം തന്നെ നിനക്ക് പറഞ്ഞു തരും. കൃഷ്ണൻ പിന്നെയും പറയുകയാണ്, ജീവിതത്തില് നല്ലവരായിരിക്കെ കഷ്ടതകൾ വരുമ്പോ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് കരുതരുത്. ദൈവം തകർക്കാനല്ല, കൂടുതൽ മനോഹരമായിട്ട് നിന്നെ രൂപപ്പെടുത്താനാണ് കരയിപ്പിക്കണത്. ഹരേ കൃഷ്ണ.